കുവൈറ്റ് ഇൻകാസ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനവും യൂത്ത് കോൺഗ്രസിന്റെ 64ാം സ്ഥാപക ദിനവും ആചരിച്ചു. ഇതിന്റെ ഭാഗമായി അബ്ബാസിയ നയനം ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പോരാട്ടമായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് കുവൈത്തിൽ നിന്നും പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചടങ്ങിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ലഹരി വിമുക്ത കേരളം നമ്മുടെ ഉത്തരവാദിത്വം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇൻകാസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് അജു ആൽബർട്ടിന്റെ അധ്യക്ഷതയിൽ കുവൈറ്റ് സെന്റ് ജോൺസ് മാർത്തോമ ചർച്ച് ഫാദർ ബിനു എബ്രഹാം ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെയും കുറിച്ചും ഇന്നത്തെ യുവത്വം ഏറ്റെടുക്കേണ്ട ലഹരി വിരുദ്ധ സന്ദേശത്തെക്കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇൻകാസ് കുവൈറ്റ് ചെയർമാൻ രാജീവ് നെടുവലമുറി, വൈസ് ചെയർമാൻ തോമസ് പള്ളിക്കൽ, ജനറൽ സെക്രട്ടറി അനൂപ് സോമൻ, ട്രഷറർ അലക്സ് മാത്യു പുത്തൂർ, മാത്യു ചെന്നിത്തല, കുര്യൻ തോമസ് പൈനമൂട്ടിൽ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ജെയിംസ് വി കൊട്ടാരം ഓപ്പറേഷൻ തൂഫാൻ പ്രതിജ്ഞാവാചകം യോഗത്തിൽ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന് ജില്ലാ കൺവീനർമാർ നേതൃത്വം നൽകി. വിജു പള്ളിക്കൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഒസാമ വാഹിദ് നന്ദിയും രേഖപ്പെടുത്തി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.